ആശാലയങ്ങളിൽ സാധാരണ മേപ്പാട്ട് പ്രത്യേകിച്ച പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പുസ്തകപ്രകാശനം നടത്തിക്കൊണ്ട് പുസ്തകം എഴുതി സമർപ്പിച്ച ശ്രീ നസീം മുഹമ്മദ് MIT സ്കൂളിലെ പ്രിൻസിപ്പൽ ഇവിടെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പർ ശ്രീ വി നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി റീന സലി, ശ്രീ വായ് പ്രകൃഷ്ണൻ, ശ്രീ E. അബ്ദുല്ലാസ്, KN നാസർ, ഇവിടെ പ്രോഗ്രാം നന്ദി പറയാൻ പോകുന്ന ശ്രീ വി എ റഫീഖ്, സെക്രട്ടറി VACF ഇബ്രഹാം, DR ഷാരിഫ്, PM വക്കീൽ, വൈസ് പ്രസിഡന്റ്, വേദിക സദസ്യമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വരാൻ കുറച്ച് സമയം വൈകി. കാരണം വേണം, നമ്മുടെ പരിപാടി ക്യാൻസർ ആയിട്ടാണ് വന്നത്. ഇന്ന് ഞായറാഴ്ചയോട് നിറയെ പരിപാടികളുള്ള ദിവസം. ഇതുപോലത്തെ പരിപാടി നമ്മൾ ചേരാമെന്നൊരു സമയത്ത് അവിടെ ഇതിന്റെ ഒപ്പം ആ ലൈബ്രറി കൊടുക്കുന്ന കേരളത്തെ പ്രായമുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങുകളില്ല. അവർക്കൊരു നേരിയും അതുകൊണ്ട് അതുപോലെ SLC പ്ലസ് വിദ്യാർത്ഥികൾ വില്ലാക്കുഴി പാറകൾ അവരെ സൈക്കിളിൽ വെട്ടി ജമ്മു കാശ്മീരിൽ പോയിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാ ലൈബ്രറികളിലും വായനാ വാരാന്തത്തിന്റെ ഭാഗമായി പുസ്തകങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വിജ്ഞപ്പെട്ട സദസ്സുകളിൽ വിവിധ വ്യക്തികൾ സംസാരിക്കുന്നു. ആ പുസ്തകങ്ങളുടെ രചനകളും അവതരിപ്പിച്ച് സംസാരിക്കുന്ന ആളുകൾ അവരവരുടെ ഇഷ്ടത്തിന് വിധേയമായി അവർ വായിക്കുന്ന പുസ്തകങ്ങളെ സംബന്ധിച്ച് അപഗ്രഥിച്ചുകൊണ്ടാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. അങ്ങനെ സാധിക്കും. ആ സമയത്ത് പോലും അതിനൊരു ഐകീപ്യം വരുന്നതിന് വേണ്ടി അങ്ങനെ വിഷയാവതരണം നടത്തുന്ന അവതാരകന്മാർക്ക് വേണ്ടി നമ്മുടെ കുന്നത്താട് താലൂക്ക് ലൈബ്രറി ഒരു പരിശീലന കൃതി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാലയം കൊണ്ടുപോകും നടന്നുകൊണ്ടിരിക്കുക. ആ അവതരണം നടത്തുന്നതിന് വേണ്ടി ഒരു പൊതുരീതി അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തെ നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവെന്നുള്ളത്. ഇവിടെ ഇപ്പോ നസീം മുഹമ്മദ് അലി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഞാൻ പങ്കെടുക്കുന്ന ഓരോരുത്തരും വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിചാരങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകത എല്ലാം ഒരുപോലെ ആയിക്കൊള്ളണം. ഒരുപക്ഷെ ഈ പുസ്തക രചയിതാവ് ഉദ്ദേശിക്കാത്ത അർത്ഥം പോലും വായനക്കാരുടെ മനസ്സുകളിൽ ഉയർന്നത്. പിന്നിലുള്ള ചർച്ചകളാണ് അതെല്ലാം സമാഹരിക്കാൻ കൂടിയിരിക്കാൻ എല്ലാം വേണ്ടി സാധിക്കുക. ഇപ്പൊ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നത് ദീർഘമായി സംസാരിക്കാൻ ഒരു
പണ്ട് നന്നായിട്ട് വഹിക്കുമായിരുന്നു. മുമ്പോഴൊക്കെ നിർത്തിയതാണ്. ഇപ്പോഴും അതിൻ്റെ ചില പ്രതിഫലം കിട്ടപ്പെടുന്ന ഒന്നാണ് നിർത്തി സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ജൂൺ 19 ജൂലൈ 7 വരെയുള്ള വെള്ളിയാഴ്ച കാലം വായനാ പ്രക്ഷാളനമായി കേരളത്തിലാകെ ലൈബ്രറി കൗൺസിൽ വായനാ പ്രക്ഷാളനം നടത്തുമ്പോൾ ജൂൺ 19 പ്രാധാന്യമാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഗ്രന്ഥശാല സംഘം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പുസ്തകക്കെട്ടികളുമായി പുസ്തകസഞ്ചികളുമായി കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടുകളുടെ കയറിയാണ് പുസ്തകങ്ങൾ വായിക്കാൻ ആളുകളെ പരിശീലിപ്പിച്ച CA പണിയുടെ ചരമദിനമാണ് നടത്തുന്നത്. ആ ദിവസം ആരംഭിച്ച് ഗ്രന്ഥശാല സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഗവൺമെന്റ് പ്രസിഡന്റായിരിക്കുമ്പോൾ ഗവൺമെന്റിനൊപ്പം കേരളത്തിലാകെ 10 വർഷക്കാലം ആ സ്ഥാനം വഹിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിച്ചേർന്ന ഒരു മഹത്തായ ഉദ്യോഗമാണ് ശ്രീ IB ദാസൻ മാഷ്. IB ദാസ് വൈകുന്ന വിദ്യാഭ്യാസത്തിലുള്ള ആളായിരുന്നില്ല. UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. UP സ്കൂൾ അധ്യാപകൻ TTC അവസ്ഥയായിരുന്നു. SLC 2 കൊല്ലം TTC അതാണെന്ന് കഴിയും. അങ്ങനെ പ്രൈമറി സ്കൂൾ അധ്യാപകനായതുകൊണ്ട് സ്വയം പഠിച്ച് മനസ്സിലായ കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ലോകോത്തര കാര്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിൽ മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രാപ്തനായ ഒരു ഗ്രന്ഥശാല പ്രവർത്തനമായിരുന്നു ശ്രീ IB ദാസ്. IB ദാസിന്റെ ചരമദിനമാണ്, ജന്മദിനമാണ് ജൂലൈ 7. ആ ജൂലൈ 7 വരെ ജൂൺ 19 മുതൽ ഉള്ള ദിവസങ്ങളിലാണ് വായനാ പ്രക്ഷാളനം നടത്താൻ വേണ്ടി ലൈബ്രറി തീരുമാനിച്ചത്. ഇതിന്റെ ജൂൺ 19 സംസ്ഥാനതല വായനാ മത്സരത്തിന്റെ വായനാ ആഘോഷത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് തൃശ്ശൂരത്തായിരുന്നു. അതിന്റെ സമാപനം നടക്കുന്നത് പെരുമ്പാവൂർ പ്രദേശം പെരുമ്പാവൂരിലാണ്. അത് ജൂലൈ 7 വൈകുന്നേരം 4 മണിക്ക് 2 മണി മുതൽ പരിപാടികൾ ആരംഭിക്കും. ആ പരിപാടിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി VK മധു, സംസ്ഥാന എക്സിക്യൂട്ടീവ് ഭാരവാഹികളും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം വരുന്നത്. എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവാണ് ആ പരിപാടി ഉദ്ഘാടനം. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് സമാപന സമ്മേളനം നൽകിയതിനു ശേഷം അത് പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി കേരളത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ 1ാം സ്ഥാനം അദ്വിതീയമായ സ്ഥാനം വഹിച്ച ഒരു കേരളത്തിന്റെ നാടക പ്രതിയായിരുന്നു ഗോകുൽ ഭാഷ. ആ ഗോകുൽ ഭാഷയുടെ ഒടുവിലെ ഓർമ്മകളുടെ നാടക രൂപം മുമ്പ് KPSC അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരം KPSC കൊണ്ട് തന്നെ വീണ്ടും ഈ ജൂലൈ 7 വൈകുന്നേരം പെരുമാൾ പാസോളിൽ നടത്തുന്നുണ്ട്. തികഞ്ഞ സൗകര്യമാണ് പ്രവേശനം. എല്ലാവർക്കും വരാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ടതാണ്. ഈ വായനാ പ്രക്ഷാളനത്തിന്റെ ഭാഗമായി അലങ്കൃത പരിപാടികളിൽ ഈ സമയത്തിനിടയിൽ ഈ ദിവസങ്ങൾക്കുള്ളിലുള്ള രീതികളിൽ മരണപ്പെട്ടു പോയവരും ജനിച്ചവരുമായി കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ ജന്മദിനങ്ങളും ചരമദിനങ്ങളും നമ്മൾ അറിയിക്കുന്നു. നമുക്കറിയാം, ലോകോത്തര സാഹിത്യം ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ രചിക്കപ്പെട്ട് ലോകമായി അറിയപ്പെടുന്ന സാഹിത്യ സൃഷ്ടി പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആദ്യ സമ്മേളനമായിരുന്ന പ്രൊഫസർ V. സാംബശിവൻ.
അദ്ദേഹത്തിന്റെ ചലമനം പറഞ്ഞു വരുന്ന ജൂലൈ മാസം 3-ാം തീയതി. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി പ്രത്യേകം പരിചയപ്പെടുത്തുന്ന ആവശ്യം. അദ്ദേഹത്തെ പറ്റി വിഷയത്തിനോട് സംസാരിപ്പ ജയിലിൽ പ്രേമലേഖനം ഉൾപ്പെടെ എഴുതിയ കഥകൾ, ചെറിയ നോവലുകൾ, ഇതെല്ലാം കേരളീയർക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ലളിതമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനപതിൽ വരുന്നത് ഈ രീതിയില്ല. വൈക്കം മുഹമ്മദ് ബഷീറാണെങ്കിൽ ഈ ആളുകളൊക്കെ വളരെ പാവപ്പെട്ട കുടുംബങ്ങൾ ജീവിച്ചവരാണ്. പണക്കാരുടെ കുടുംബം ജീവിച്ച് ഗന്ധർവങ്ങളിൽ ജീവിച്ചവരായിരുന്നില്ല. രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും പട്ടം പോയി ഏറ്റുവാങ്ങുകയുമായിരുന്നില്ല. സാധാരണക്കാരുടെ അവാർഡുകളായിരുന്നു അവർ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളായി പരിഗണിക്കപ്പെട്ടത്. സാധാരണക്കാർ ഹൃദയങ്ങളിലാണ് അവർ അന്ന് ജീവിച്ചത്, ഇന്നും ജീവിക്കുന്നത്. നമ്മൾ ഈ വായനാ ഭക്ഷണാചരണം ആരംഭിക്കുന്ന ജൂൺ 19 തൊട്ടുമുമ്പത്തെ ദിവസം ജൂൺ 18-ാം തീയതിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേമഗായകൻ ചങ്ങമ്പുഴ കൃഷ്ണപുരിയുടെ 76-ാം ചരമദിനമായിരുന്നു ഈ വരുന്ന കഴിഞ്ഞ ജൂൺ മാസം 18-ാം തീയതി 75-ാം ജന്മദിനം. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ക്ഷയരോഗബാധിതനായിരുന്നു. 30 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ആ പ്രായത്തിനിടയിൽ ഒരു പുരുഷായുസ് മുഴുവൻ എഴുതാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എഴുതിക്കൂട്ടി. സാധാരണക്കാരുടെ കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടത്തോടനായിരുന്ന ഇടതുള്ളിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചലനത്തിലെത്തി അദ്ദേഹത്തിന് അന്ത്യോദയാഗം അർപ്പിച്ചുകൊണ്ട് ഒരു കവിതയെല്ലാം പറഞ്ഞപ്പോൾ എഴുതിയ കവിതയാണ് രമണനാണ് കണ്ണാടൻ. രമണിലെ കഥാപാത്രം ഇയാൾ ആര്? ഇടപ്പള്ളി രാഘവപ്പുഴ. ഇവര് വളരെ സുഹൃത്തുക്കാരായിരുന്നു. അവര് വളരെ ചെറുപ്പത്തെ മരിച്ചവർ. അന്നത്തെ മനുഷ്യന്റെ ആയുസ് അന്നത്തെ മനുഷ്യന്റെ ആയുസ് ആവറേജ് 38 വയസ്സായിരുന്നു. ഇന്ന് മലയാളത്തിലെ ആവറേജ് വയസ്സ് 78ആണ്. 78 വയസ്സിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 76 വയസ്സ് സ്ത്രീകൾക്കും ഇന്നത്തെ കേരളത്തിലെ മലയാളികളുടെ ആവറേജ് വയസ്സ്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളതുപോലെ ഇവിടെ കൃഷ്ണചേട്ടൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രക്ഷിതാക്കന്മാരെയും നമ്മുടെ കാരണന്മാരെയും നമ്മൾ എന്നും ചേർത്ത് വയ്ക്കണം, എന്നും അനുസ്മരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, പ്രത്യേകിച്ച് കുട്ടികളോട് എല്ലാവരും. ആ ചോദ്യം വേറൊന്നുമല്ല. ഞാൻ അതുപോലെ നിങ്ങളോട് എന്റെ അച്ഛൻ ഇന്ന ആളാവണമെന്നോ എന്റെ അമ്മ ഇന്ന ആളാവണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരൊക്കെ ആഗ്രഹിച്ചിട്ടാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനമ്മയും ആയത്? അല്ലല്ലോ. പക്ഷേ അവരാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളുണ്ടായത്. ആ അച്ഛനും അമ്മയും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായത്. അതുകൊണ്ട് ഓരോരുള്ള പ്രമേയും കടപ്പാടും എത്ര തരത്തിലാണ് നിരാശമാണ്. ആ പ്രമേയും കടപ്പാടും തലമുറ തമ്മിൽ കൈമാറിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് പറയാൻ. മക്കളറിയുന്നതുപോലെ ഇന്ന് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം വളർച്ചയുടെ പല മടങ്ങുകളിൽ ചവിട്ടിക്കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്തിലെ 10,000-ഓളം വായനശാലകളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രറിമാർക്കുമായി പ്രത്യേകമായി പരിശീലനം കൊടുക്കുന്നു. ആ പരിശീലനം നടന്നതല്ല, നമുക്ക് ആസാദ് ലൈബ്രറി, ഈ ലൈബ്രറി ഒരു മെമ്പർ, ഒരു അംഗം പുസ്തകം എടുക്കാൻ വേണ്ടി വരികയാണ്. ആ അംഗം ആഗ്രഹിക്കുന്ന പുസ്തകത്തിനെ പേരാൻ പറയുന്നത് ആ ഇന്ന പുസ്തകം ഈ ലൈബ്രറി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ, ഒരു വാട്സാപ്പ് ആപ്പുണ്ട്. ആപ്പിൽ പരിശോധിച്ചാൽ ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ കാറ്റലോഗ് ആകെ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. ഡിജിറ്റലൈസ്ഡ് കാറ്റലോഗ് ആകുമ്പോൾ ഈ ലൈബ്രറിക്ക് ഇന്ന പുസ്തകം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. പരിശോധിച്ച് ഇവിടെ ഇല്ല എന്നാണ് ഉത്തരവുണ്ടെങ്കിൽ
ഇത് എവിടെ കിട്ടും എന്നൊന്നും യാത്ര അറിയാൻ പറ്റും. അപ്പൊ പുസ്തകവായന രംഗത്ത് അതിവിപുലമായിട്ടൊരു ആധുനികവൽക്കരണം ഉന്നയിക്കും. നിർമ്മാണത്തിന് വേണ്ടിയല്ല വായനശാലയ്ക്കകത്ത് കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ആ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും പരമാവധി എല്ലാ വായനശാലകളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിക്കകത്ത് നമ്മുടെ ജില്ലയിൽ അനുവദിക്കപ്പെടുന്ന ജില്ലാ പദ്ധതിക്കകത്ത് കിട്ടുന്ന എല്ലാ ഫണ്ടും ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ച ജില്ലാ ലൈബ്രറി കൗൺസിലാണ് എറണാകുളം കൗൺസിൽ. അതായത് നമ്മുടെ ലൈബ്രറികളിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ നാളെ മുതൽ മുന്നോട്ട് പറ്റില്ല. ആ അതിനുള്ള സംവിധാനം പ്രാക്ടിക്കലാണ്. മറ്റൊന്ന് കേരളം ഇന്ധന വളർച്ചയുടെ വിദ്യാഭ്യാസ വളർച്ചയുടെ ലോകത്തിന്റെ നിർമ്മിതിയാണ് ഒന്നാം സ്ഥാനത്താണ്. ലോകത്ത് എവിടെ ചെന്നാൽ നമ്മളിപ്പോ പലപ്പോഴും വിലപിക്കുകയും പല രാഷ്ട്രീയ പാർട്ടികളും പല നേതാക്കന്മാരും പല പല പ്രസംഗിക്കണം. നമ്മുടെ നാട്ടിൽ ഒരിക്കലുണ്ടാകുന്നത് നാടുപോലെ പിള്ളേരൊക്കെ വീടുകളിൽ കാരണന്മാർ മാത്രമേ കേൾക്കുള്ളൂ. അവരുടെ ബാധ്യതയുള്ള സത്യം ശരിയാണ്. പക്ഷേ എന്താണ് കുട്ടികൾ നാട് വിടുവാൻ കാരണം? നാട് വിട്ട് പോയി ലോകത്തിൽ എവിടെ പോയി ഏത് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി സ്വന്തമായ കഴിവുകൊണ്ടവർക്ക് പഠിച്ച് വികസിക്കാനും ജോലി സമ്പാദിക്കാനും സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഭൗതികമായ രൂപത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ യുവതലമുറ എത്തിക്കാൻ വേണ്ടി കേരളത്തിന് കഴിഞ്ഞു. 56 കേരളം ഉണ്ടായതിനു ശേഷം 57 മുതൽ മാറി ഭരിച്ച ഓരോ ഗവൺമെന്റുമില്ല. ഓരോ ഗവൺമെന്റിലും പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാറി വന്ന ഓരോ ഗവൺമെന്റുകളും പണത്തെ പരിഷ്കാരത്തിലൂടെയാണ് ഈ കേരളത്തിലെ ജനങ്ങളിലാകെ ലോകത്തിന് നിറകിൽ നിർത്താൻ വേണ്ടി കഴിയുന്നത്. നിറകിൽ കേരളത്തെ ആകെ നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസം നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു കുട്ടി വീട്ടിലുണ്ടാകുമ്പോൾ ആ കുട്ടി ജയിക്കാൻ ഒരുപാട് രക്തം കൊണ്ടുവരും. കുട്ടി ജയിക്കുമ്പോൾ കുട്ടി മാത്രം മറുപടി ഉണ്ടാവും. കുറച്ച് അശുദ്ധമായ രക്തങ്ങൾ പുറത്തേക്ക് പോകും. നഷ്ടമായിട്ട് പറയുന്നു. കുട്ടികൾ നേട്ടം പ്രധാനമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു നഷ്ടങ്ങളൊന്നും നഷ്ടമേയില്ല. ഈ ലാഭത്തിന്റെ ഭാഗമായിട്ട് പങ്ക് തന്നെയാണ് അതെല്ലാം. അത്തരത്തിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ, കേരള ജനങ്ങളെയാകെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിൽ എത്തിച്ചത് മാറി വന്ന ഗവൺമെന്റുകളുടെ ഓരോന്നിന്റെയും കൈകാര്യകർത്താക്കളുടെ പ്രവർത്തനപരമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. കേരളത്തിനകത്താണ് ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത രൂപത്തിൽ ഭൂപരിഷ്കാരമുണ്ടായത്. ഭൂപരിഷ്കാരമുണ്ടായി ഭൂമി കിട്ടിയ ആളുകൾ ആ ഭൂമിയിൽ കൃഷി ചെയ്തപ്പോൾ പണ്ട് പാട്ടന്മാരെ കൃഷിപ്പോയി പുതിയ ചെറുപ്പക്കാർക്ക് അറിയില്ല. കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായും പോലും ജന്മിക്കൊടുത്താലേ അവരുടെ വ്യവസായ ഭൂമിയിൽ പോകും. അത് കൊടുക്കേണ്ടാത്ത അവസ്ഥ വന്നു. പാട്ടന്മാരുടെ വ്യവസ്ഥ അവസാനിച്ചു, ജന്മിത്വം അവസാനിച്ചു. ഭൂമി കൃഷിക്കാരനായി മാറിക്കഴിഞ്ഞപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം സ്വന്തമായി എടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ ആ സ്വന്തമായിട്ട് വരുമാനം കൂടി സമ്പത്ത് കൂടി. ആ സമ്പത്ത് കേരളത്തിലെ കൃഷിക്കാരൻ എവിടെ നിക്ഷേപിച്ചു? മക്കളുടെ വിദ്യാഭ്യാസം നിക്ഷേപിച്ചു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിക്ഷേപിച്ചു. കേരളത്തിൽ 54 കേരളം ഉണ്ടാക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ സ്കൂളുകളിൽ ഫീസ് കൊടുക്കണമായിരുന്നു. പ്ലസ് 2 വരെ ഫീസില്ല. കോളേജിൽ നിസ്സാര ഫീസുള്ളൂ. ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് എഞ്ചിനീയറിംഗിന് MBBS മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടി എത്രമാത്രം പഠിക്കണമോ അത്രമാത്രം പഠിക്കാൻ പണമില്ലാത്തവർക്കും അതിനാവശ്യമായ രൂപത്തിൽ ബാങ്കുകളിൽ ലോൺ കൊടുക്കപ്പെടുകയാണ് അവസ്ഥ. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ സാമ്പത്തിക മേഖലയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്യുജ്വലമായ പുരോഗതി ഉണ്ടായി. ആ പുരോഗതിയാണ് ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും ഒരു മലയാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ ഒരു മലയാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സമൂഹം മാറിയെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അത്തരത്തിലുള്ള ഉന്നതിയിലേക്ക്, ശാസ്ത്രബോധത്തിലേക്ക്, ശാസ്ത്രീയ അവബോധത്തിലേക്ക്, അതുപോലെ നമ്മുടെ വൈജ്ഞാനിക സമൂഹമായി കേരളം മാറി.
ഈ വൈജ്ഞാനിക സമൂഹമായി കേരളമായി മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രവൃത്തികൾ മാറണേ. ആ പ്രവൃത്തി മാറുന്നതിന് വേണ്ടി പ്രധാനമായും നമുക്ക് ഗ്രാമീണ മേഖലയിൽ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനം ഞങ്ങൾ പറയുന്നു അത് വായനശാല. നമുക്കറിയാം, ഇപ്പോൾ ഭയപ്പെടെ പറയുകയും CPM ആവശ്യം, കോൺഗ്രസിന് ആവശ്യം, ലീഗിന് ആവശ്യം, BJPക്ക് ആവശ്യം, എല്ലാ പാർട്ടികളും ആവശ്യം. BJPക്ക് ഇനിയും നല്ലത് ഞാൻ ആദ്യം പറയുന്നതാണ്. അത്രമാത്രം പറഞ്ഞു. അതുപോലെ അടുത്ത പ്രദേശത്ത് സമിതിക്ക് ആവശ്യം, NSന് ആവശ്യം, പള്ളിക്ക് ജമാഅത്തിന് കമ്മിറ്റിയുടെ ആവശ്യം, ക്രിസ്ത്യൻ പള്ളിക്ക് ആവശ്യം, അമ്പല കമ്മിറ്റി ഇവിടെയൊക്കെ പോണതാണ്. അതാകത്തുമ്പോൾ അതാതിന്റെ ആൾക്കാർ മാത്രമേ കൂടും. ഇവിടെ അത്തരത്തിൽ ഈ സ്ഥലത്തിലേക്ക് എല്ലാവർക്കും കടന്നുകൊണ്ടിരിക്കാൻ ഇടമായി വായനശാല മാറുമ്പോൾ വായനശാലയ്ക്കകത്ത് കുട്ടികളുടെ പ്രസ്ഥാനം വേണം. എന്ത് ബാലവേദി, വനിതകളുടെ പ്രസ്ഥാനം വേണം, വനിതാവേദി, യുവജനങ്ങളുടെ പ്രസ്ഥാനം വേണം, യുവത, പ്രായമായവരുടെ പ്രസ്ഥാനം വേണം, വയോജന വേദി, കൃഷിക്കാരുടെ പ്രസ്ഥാനം വേണം, കാർഷിക മൂല, ശാസ്ത്രമൂല, സാഹിത്യമൂല, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളുണ്ടെങ്കിൽ മറ്റേ കലാസമിതികൾ, സ്പോർട്സ് ക്ലബുകൾ, പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്ലബുകൾ ചെറുപ്പക്കാർക്ക് ഇതിന്റെ യോഗമാണ് വളരെ സന്തോഷം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിപക്ഷം പോലും ചെറുപ്പക്കാരാണ്. പക്ഷെ ചെറുപ്പക്കാരിക്കുന്നത് ചെറുപ്പത്തിന്റെ ആവശ്യങ്ങളൊന്നുമല്ല, പഠിച്ച് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ട് അവാർഡ് വാങ്ങുന്നതാണ്. വായനശാല പ്രവർത്തനത്തിലാണ് എന്തൊന്നുമല്ല. അതുകൊണ്ട് ഈ തരത്തിൽ വായനശാലയെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂട്ടായ്മയ്ക്കുള്ള ഇടമാക്കി മാറ്റി അതിനാവശ്യമായ രൂപത്തിൽ വായനശാല കമ്മിറ്റിയുടെ പ്രവർത്തനമാക്കി മാറ്റി വായനശാല വാർഷികങ്ങൾ പണ്ടത്തെ പോലെ പ്രാദേശികമായി എഴുതി തീരാനുള്ള നാടകങ്ങൾ, കലാമൂല്യമുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്ന രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് കപ്പാസിറ്റിയിലേക്ക് പ്രവർത്തന ശാഖയുടെ പ്രധാനമായി ഗ്രന്ഥശാലയിലെ ഗ്രാമീണ മേഖലയ്ക്കകത്ത് എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ കുടുംബക്കാരുടെയും കൂട്ടായ്മയും മാറ്റിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ വായനശാലയ്ക്ക് പരമാവധി സാധിക്കട്ടെ എന്ന് നമ്മൾ ആശ്വസിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി അവാർഡ് നേടി എല്ലാവരും ജയപ്രസ് കരസ്ഥമാക്കി ഉന്നത വിജയം കരസ്ഥമാക്കി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ജില്ലാ ലൈബ്രറി കോഴ്സിന് വേണ്ടി എല്ലാവരും താമസം ഉറപ്പ് തന്നെ ലൈബ്രറിയെ നേരത്തെ നമ്മൾ മൂവാറ്റ താലൂക്ക് റഫറൻസ് ലൈബ്രറിയായി നേരത്തെ തീരുമാനിച്ചു. അപ്പൊ റഫറൻസ് ലൈബ്രറിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നമ്മുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കൂടി ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ എതിർവാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷണിക്കുകയാണ്. അമീന റഫീസാണ്. എത്തിയിട്ടുണ്ടോ വന്നിട്ടില്ല. ഇനി നമുക്കിവിടെ ആഫിത്ത് അബ്ദുൽസലാമാണ്. ആഫിത്ത് എയ്റ്റിന്റെ ക്ലാസ്സിൽ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് സഹോദരി വാങ്ങിക്കുന്നത്. സഹോദരി വിളിക്കുകയാണ്. എല്ലാ വിഷയത്തിലും അടുത്തത്
ഫസ്ന ക്ഷേമ നമ്മുടെ ലൈബ്രറി അംഗമാണ്. ഹിബ ഉപയോഗിച്ചത് മിർസാന അബ്ദുള്ള. തിരിഞ്ഞെടുക്ക. അഫീഫ ഷെയ്ഖ് തമീം. ഷറഫുദ്ദീൻ ഓക്കെ. മുഹമ്മദ് ഇർഫാൻ. മുഹമ്മദ് സഹൽ ഷാ. മുബീൻ റസൽ. അക്ബർ അജാസ്. ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഈ മൊമെന്റ് ഏറ്റുവാങ്ങാൻ ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ആസാദ് ലൈബ്രറി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഇതിന് അധ്യക്ഷത വഹിച്ചത് ലൈബ്രറിയെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രിയപ്പെട്ട സി കെ സോമൻ ചേട്ടൻ, സോമചേട്ടനെ വളരെ സ്നേഹത്തോട് നന്ദി ലൈബ്രറി അറിയിക്കുകയാണ്. അതുപോലെ താലൂക്ക് ലൈബ്രറിയുടെ കൺവീനർ ഇ എ ഹരിദാസ്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, ഉന്നത ജേതാക്കൾക്ക് അവാർഡ് നൽകിയ പ്രിയപ്പെട്ട പ്രസിഡന്റ് പി എം അസീസിനെ വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ പി നാസറിനെ വളരെ സ്നേഹത്തോടെ നന്ദി ലൈബ്രറിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ ലൈബ്രറി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ലൈബ്രറിയുടെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട നമുക്കെല്ലാം വേണ്ടപ്പെട്ട കൃഷ്ണചേട്ടന് വളരെ സ്നേഹത്തോടെ നന്ദി ലൈബ്രറിയെ പറ്റി അറിയിക്കുന്നു. അതുപോലെ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി, എപ്പോഴും ലൈബ്രറി കാര്യങ്ങൾ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട സി കെ ഉണ്ണിച്ചേട്ടന് വളരെ സ്നേഹത്തോടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ലൈബ്രറി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ടി ആർ ഷാജു ലൈബ്രറി സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് പ്രത്യേകമായ നന്ദി ലൈബ്രറിക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ലൈബ്രറി കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ച് ലൈബ്രറിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്ന എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടും വരാതിരുന്ന പ്രിയപ്പെട്ട ഷാനിയ പ്രഹാദിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ലൈബ്രറിയുടെ ഭാരവാഹി മൻസൂർ ചന്ദ്ര, സാലിഹ്, അതുപോലെ നമ്മുടെ സജീവ് ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് അലി മേപ്പാട്ട് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട അലി മേപ്പാട്ടിന് പ്രത്യേകമായ നന്ദി പറയുന്നു. ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ കൃത്യമായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട അമ്മമാർ, സുഹൃത്തുക്കൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീന ഷെജി, അതുപോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തട്ടോറുമ്പിൽ പഴക്കാപ്പിളിയിലുള്ള ഭക്തൻ എന്ന പുസ്തകം രചിച്ച നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സാറ് നസീം മുഹമ്മദിന് പ്രത്യേകമായ നന്ദി ഈ ലൈബ്രറിയുടെ പേര് അറിയിക്കുകയാണ്. എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ 26 പുസ്തകം നൽകിയ നമ്മുടെ ആശ്ചര്യപ്പെട്ട ഭാഗത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ഇക്കൾക്ക് ഏതാണ്ട് 30,000 രൂപയുടെ മുകളിൽ വില വരുന്ന പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിക്ക് വേണ്ടി സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ഇക്കെ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയിൽ അവസരത്തിൽ സ്മരിക്കുന്നു. പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. മുഴുവൻ പേരെയും നെഞ്ചോട് ചേർക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.